മധ്യതിരുവിതാംകൂറിലെ ഐതിഹാസിക ചെങ്ങന്നൂർ കൊയ്ത്ത് സമരത്തിന് 50 വയസ്സ്. 1973 ഫെബ്രുവരി 23-ന് കൊയ്ത്ത് സമരത്തിന് നേരെ പോലീസ് വെടിയുതിർത്തുവെങ്കിലും കർഷകർ തോറ്റു പിൻവാങ്ങിയില്ല. കർഷകരുടെ ന്യായമായ ആവശ്യം സാധിച്ചെടുക്കുന്നതുവരെ അവർ ചെങ്കോടി പിടിച്ച് സമരം തുടർന്നുവെന്നാണ് ചരിത്രം. കമ്മീഷണറിന് ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ഒന്നി മരിച്ചു അല്ലെങ്കിൽ ജീവിച്ചു, ഭയമൊന്നുമില്ല. ആ സമരം തീരുന്നിടം വരെ അതിൽ പങ്കെടുത്തു. സമരത്തിന് നേരെ പോലീസ് വെടിവെച്ചപ്പോൾ പോലും പിന്മാറാത്ത സഖാവിന്റെ വാക്കുകളാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭയമില്ല. കുന്നന്താനം, കല്ലൂപ്പാറ, കവിയൂർ പഞ്ചായത്തുകൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന പാടശേഖരത്തിലാണ് ഐതിഹാസികമായ സമരം നടന്നത്. 6-1 പദവും 4-1 തീർപ്പും എന്ന ആവശ്യമുയർത്തിയായിരുന്നു പ്രക്ഷോഭം. KSK2 നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ നൂറുകണക്കിന് കർഷക തൊഴിലാളികൾ അണിനിരന്നു. സമരം 20 ദിവസത്തിലേറെ നീണ്ടു. ആവശ്യം അംഗീകരിക്കാതെ കൊയ്ത്തിനിറങ്ങില്ലെന്ന് തൊഴിലാളികൾ തീരുമാനിച്ചതോടെയാണ് സംഘർഷം ആരംഭിക്കുന്നത്. കൂലിക്കും വേലയ്ക്കും വേണ്ടി സമരം ചെയ്യണം. നെല്ല് കൊയ്ത് മെതിച്ച് അവിടെ കൊണ്ടിട്ടാൽ അതിന് പറമ്പ കയറാൻ പോലും അവകാശമില്ലാതെ കണ്ട് ഒരു കറ്റ കൊണ്ട് അവിടെ വെച്ചാൽ ഫലമായിട്ട് വരുന്നത് അതിൻ്റെ ഒരു 4-1 പോലും നമുക്ക് കിട്ടത്തില്ല. മുതലാളിമാരുടെ സംഘടനകൾ കൂടിക്കൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ പോലീസിനെ കൈക്കലാക്കി തൊഴിലാളികളെ നേരിടാനായിട്ട് മാത്രം ഒരുങ്ങി. ഒടുവിൽ കർഷകർക്ക് നേരെ വെടിവെപ്പുണ്ടായി. കല്ലുപ്പാറ കിഴക്കേക്കര ജോർജിന് വെടിയേറ്റു. അക്രമത്തിൽ മുക്കൂർ ചെല്ലപ്പന് ഒരു കൈപ്പത്തി നഷ്ടപ്പെട്ടു. പോലീസിനൊപ്പം ഗുണ്ടകളും നടത്തിയ ആക്രമണത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പക്ഷേ കർഷകരുടെ പോരാട്ട വീരത്തിനു മുമ്പിൽ ജമ്മികൾക്കും ഭരണകൂടത്തിനും പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ കർഷകരുടെ ആവശ്യം അംഗീകരിച്ചു. അവകാശ പോരാട്ടങ്ങളുടെ ഓർമ്മയിലാണ് ചെങ്ങന്നൂർ എന്ന കൊച്ചു ഗ്രാമം ഇപ്പോഴും. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.